നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 25 ആണ്. അപ്പം എന്താണ് ഇതിൽ പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ സാമൂഹിക വികസനവും അതേപോലെ തന്നെ എന്താണ് ശാക്തീകരണം അതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. അപ്പം ഇതിന്റെ അകത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്താണ് സാമൂഹിക സാമ്പത്തിക വികസനം, അതേപോലെ തന്നെ മാനുഷിക വികസനം എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം എന്താണ് സാമൂഹിക സാമ്പത്തിക വികസനം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ ജനങ്ങളുടെ അവരുടെ ജീവിത നിലവാരത്തിൽ വന്ന പുരോഗതിനെയാണ് നമ്മൾ സാമൂഹിക സാമ്പത്തിക വികസനം എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജനങ്ങളുടെ ജീവിത രീതിയിൽ ഉണ്ടാകുന്ന പുരോഗതിനെയാണ് നമ്മൾ സാമൂഹിക സാമ്പത്തിക വികസനം എന്ന് പറയുന്നത്. അപ്പം സാമൂഹിക വികസനത്തിന് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പറയാം പരിസ്ഥിതി വരാം, നമ്മുടെ സാംസ്കാരികപരമായിട്ടുള്ള വികസനങ്ങൾ വരാം. സാമ്പത്തിക വികസനത്തിന് എക്സാമ്പിൾസ് ഏതൊക്കെ പറയാം? വിദ്യാഭ്യാസം വരാം, വരുമാനം വരാം, തൊഴിൽ, സാമ്പത്തികമായിട്ട് ഉണ്ടാകുന്ന വികസനം അതാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം എന്താണ് മനുഷ്യ വികസനം അല്ലെങ്കിൽ മാനുഷിക വികസനം. മാനുഷിക വികസനം എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ മനുഷ്യന്മാരുടെ കഴിവുകളിൽ ഉണ്ടാകുന്ന വികസനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാനുഷിക വികസനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് എന്താണ് പട്ടികജാതി പട്ടികവർഗക്കാരുടെ ശാക്തീകരണ പദ്ധതികൾ. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ പണ്ടത്തെ കാലഘട്ടത്തിൽ പിന്നോക്ക അവസ്ഥയിൽ നിന്നിരുന്ന ഒരു വിഭാഗക്കാരായിരുന്നു പട്ടികജാതി പട്ടികവർഗക്കാരെന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എന്താണ് നമ്മുടെ സമൂഹത്തിന്റെ മുൻനിരയിൽ വരാനോ വിദ്യാഭ്യാസത്തിനോ അതേപോലെ തന്നെ ക്ഷേത്രപ്രവേശനത്തിനോ ഒരു തരത്തിലുള്ള ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് അവർക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് അവർക്ക് ചെയ്തു കൊടുത്തത് എസ്സിക്കാർക്കും എസ് ടിക്കാർക്കും ഒ ബി സി ഈ മൂന്ന് വിഭാഗക്കാർക്കുമാണ്. അപ്പം എസ്സിക്കാർക്കും എസ് ടിക്കാർക്കും ഒ ബി സിക്കാർക്കും ഇവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കുറെ പദ്ധതികൾ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനായിട്ട് സ്കൂളുകളിൽ അവർക്ക് പ്രത്യേകമായിട്ട് സ്റ്റൈഫൻഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. അവർക്ക് ഉച്ചഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഈ വിഭാഗക്കാരുടെ ആളുകൾക്കിടയിൽ കുട്ടികൾക്ക് ശോഷിച്ച അല്ലെങ്കിൽ കുട്ടികൾ വളരെ പോഷകാഹാരത്തിന്റെ കുറവുള്ള കുട്ടികൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവർക്ക് വളരെ നല്ല രീതിയിൽ കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് പോകുന്ന ഈ വിഭാഗക്കാരായിട്ടുള്ള ആളുകൾക്ക് രാജീവ് ഗാന്ധി നാഷണൽ ഫെലോഷിപ്പ് പോലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 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 പിന്നെ റിസർവേഷൻ കൊണ്ടുവന്നു. റിസർവേഷൻ പ്രകാരമായിട്ട് അവർക്ക് എക്സാമുകളിൽ നിശ്ചിത ശതമാനം മാർക്ക് മാത്രം മതി. അതേപോലെ തന്നെ കോളേജ് അഡ്മിഷൻ ആയാലും ശരി, അങ്ങനെ 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 പട്ടികജാതി പട്ടികവർഗം ഒ ബി സിക്കാർക്കൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവരെ പട്ടികജാതി എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു പ്രത്യേക ഷെഡ്യൂളിൽ, പട്ടിക എന്ന് പറഞ്ഞ ഷെഡ്യൂൾ എന്നാണ് പറയുന്നത്. അപ്പം ആ ഷെഡ്യൂളിൽ ഇവരെ ഉൾപ്പെടുത്തിയത് കാരണമാണ് ഇവരെ പട്ടികജാതി പട്ടിക എന്ന് പറയുന്നതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം നമ്മുടെ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടി. നമുക്കറിയാം പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സ്ത്രീകൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. വേദകാലഘട്ടം തൊട്ട് സ്ത്രീകളുടെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ബഹുഭാര്യത്വം ഉണ്ടായിരുന്നു, ശൈശവ വിവാഹം, അതേപോലെ തന്നെ സതി, അതേപോലെ തന്നെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനായിട്ടുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അങ്ങനെ 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 സ്ത്രീകളുടെ നിലയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ശോചനീയമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു പണ്ടത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് സ്ത്രീകൾ കുറച്ചും കൂടി മുമ്പോട്ട് വരാനായിട്ട് ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്നാമതായി ഗവൺമെന്റ് സ്വീകരിച്ചതെന്ന് വെച്ചാൽ തുല്യ അവകാശമാണ്. തുല്യ അവകാശം എന്ന് പറയുമ്പോൾ ഏത് എക്സാംസ് എടുത്താലും അല്ലെങ്കിൽ ഏത് കാര്യം വന്നാലും സ്ത്രീകൾക്ക് തുല്യ അവകാശം കൊടുക്കുക. അതേപോലെ തന്നെ വേതനകാര്യ ഘട്ടത്തിലും ഒക്കെ തുല്യ അവകാശം കൊടുക്കുക. മാത്രമല്ല സ്ത്രീകളുടെ ആരോഗ്യ പരിപാലനം, ഇപ്പൊ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾക്ക് ശിശുമന്ദിരം, അതേപോലെ തന്നെ നമ്മുടെ അംഗൻവാടികളിൽ നിന്ന് പോഷകാഹാരങ്ങൾ കൊടുക്കുക. അത് മാത്രമല്ല സ്ത്രീകൾക്ക് വോട്ട് ചെയ്യുന്നതിനും അതേപോലെ തന്നെ മത്സരിക്കാനായിട്ടുള്ള അവകാശം കൊടുക്കുക. സ്ത്രീകൾക്ക് കുറെ കുറെ രീതിയിൽ അവരെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാം എന്താണ് സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം. സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എന്താന്ന് ചോദിച്ചാൽ 1986 ഈ ഒരു ഏർപ്പാട് കൊണ്ടുവന്നത്. ഇത് പ്രകാരം 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസമാണ്. അപ്പൊ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസമാണ്. 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കുട്ടി ഒരു വയസ്സ് 1-ാം ക്ലാസ് തൊട്ട് അതേപോലെ തന്നെ 10-ാം ക്ലാസ് വരെ നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസമാണ്. അതായത് ഈ സ്കൂളിൽ പോവാത്ത പക്ഷം കുട്ടിയുടെ അച്ഛനെതിരെ അല്ലെങ്കിൽ കുട്ടിയുടെ പാരന്റ്സിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേസ് എടുക്കാനായിട്ട് പറ്റും.
മനസ്സിലായോ? ഈ കുട്ടി സ്കൂളിൽ പോകുന്നില്ല, ഈ കുട്ടീനെ സ്കൂളിൽ വിടുന്നില്ല എന്നും പറഞ്ഞ് നമുക്ക് എന്താണ് കേസ് എടുക്കാനായിട്ട് പറ്റും. അത്രയും എന്താണ് വിദ്യാഭ്യാസത്തിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല എന്താണ് ഈ കുട്ടികൾ പണ്ടത്തെ കാലഘട്ടത്തിൽ ആഹാരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കുട്ടികൾ സ്കൂളിൽ ആഹാരം കഴിക്കാനെങ്കിലും വരട്ടെ എന്ന് കരുതിയാണ് ഉച്ചഭക്ഷണ പദ്ധതി, ഇപ്പൊ പ്രഭാത ഭക്ഷണം, പിന്നെ വീക്കെൻഡില് എന്താ മുട്ട, പാല് കാര്യങ്ങൾ കൊടുക്കുക. അങ്ങനെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തു നമുക്ക് ഗവൺമെന്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാം എന്താണ് ദേശീയ സാക്ഷരതാ മിഷൻ. ദേശീയ സാക്ഷരതാ മിഷൻ എന്താന്ന് ചോദിച്ചാല് 1986-ലാണ് ഈ ഒരു പ്രോഗ്രാം വന്നിട്ടുള്ളത്. ഇതിന്റെ ഫലമായിട്ട് എന്താന്ന് ചോദിച്ചാല് നമുക്ക് 15 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെയുള്ള ആളുകൾക്ക് എന്താണ് അക്ഷരാഭ്യാസം നൽകുക. ഇതെന്ന് പറയുമ്പോൾ മിക്കവാറും ശിശുമന്ദിരങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും അവധിയുള്ള ദിവസങ്ങളിൽ സ്കൂളുകളിലൊക്കെ ആയിരിക്കും എന്താ ഇവർക്ക് അക്ഷരാഭ്യാസങ്ങൾ കൊടുക്കുന്നത്. ഇതിനാണ് നമ്മൾ ദേശീയ സാക്ഷരതാ മിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇന്ദ്രൻസിന്റെ കാര്യം നമുക്കറിയാലോ. ഇപ്പൊ ഇന്ദ്രൻസ് എന്താ ദേശീയ സാക്ഷരതാ മിഷന്റെ കയ്യിൽ നിന്നും 7ാം ക്ലാസ് തത്തുല്യമായിട്ടുള്ള എക്സാംസ് ക്വാളിഫയിങ് ആയിട്ടുള്ള സംഭവം ഇപ്പൊ എല്ലായിടത്തും ഫ്ലാഷ് ആണ്. ഒക്കെ എന്താണ് ഇതിന്റെ കീഴിൽ വരുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 25-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? എന്താണ് സാമൂഹിക സാമ്പത്തിക വികസനം, എന്താണ് മാനുഷിക വികസനം എന്തോന്നാണെന്നും, പിന്നെ സ്ത്രീ ശാക്തീകരണത്തിന്റെ നടപടികൾ എന്തൊക്കെയാണെന്ന്, അത് മാത്രമല്ല എന്താണ് സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം, ദേശീയ സാക്ഷരതാ മിഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 25-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. കഴിഞ്ഞിട്ടില്ല, നമുക്കിനി അടുത്ത ഒരു ചാപ്റ്ററും കൂടി നോക്കാനായിട്ടുണ്ട്. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 27-ാമത്തെ ചാപ്റ്റർ ആണ്. ഇതോടുകൂടി നമ്മുടെ നമ്മുടെ ചാപ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 27-ാമത്തെ ചാപ്റ്റർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സമാധാനവും സുരക്ഷിതത്വവും. ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പോ സമാധാനവും സുരക്ഷിതത്വം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകും, നമ്മുടെ രാജ്യത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താനായിട്ട് നമ്മുടെ ഗവൺമെന്റ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരും ഉണ്ട്, സംസ്ഥാന സർക്കാരും ഉണ്ട്. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭരണം എല്ലായിടത്തും ഒരേപോലെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് സംസ്ഥാനങ്ങളിലെ ഒരു സർക്കാരും ഇതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് കേന്ദ്രത്തിലെ ഒരു സർക്കാരും ഉള്ളത്. പിന്നെ നമ്മള് ഇന്ത്യയിലുള്ള ആളുകൾ എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് വേറൊരു രാജ്യമായിട്ട് അടി ഉണ്ടാക്കാൻ പോവാറില്ല. അങ്ങനെ അടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ എന്താണ് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത്രയും ചെയ്തിട്ടും നമ്മുടെ ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിന് ഭീഷണിയായിട്ട് നിൽക്കുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഭീകരപ്രവർത്തനങ്ങൾ നമുക്കറിയാം. അത് മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ വല്ല കലാപങ്ങൾ വരും. അത് മാത്രമല്ല നെക്സലൈറ്റ് പ്രവർത്തനം. എന്താണ് നെക്സലൈറ്റ് പ്രവർത്തനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് നേരിടുന്ന വിവേചനത്തിന്റെ ഫലമായിട്ട് അവർ മുമ്പോട്ട് വരുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ നെക്സലൈറ്റ് പ്രവർത്തനം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്താണ് ഇന്ത്യയുടെ ചേരിചേരാ നയം. നമ്മുടെ ലോകത്തിൽ 2 തരത്തിലുള്ള ചേരികളാണ് ഉള്ളത്. ഒന്ന് അമേരിക്കക്കാരുടെ മുതലാളിത്ത ചേരി, 2 റഷ്യക്കാരുടെ സോഷ്യലിസ്റ്റ് ചേരി. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഈ 2 ചേരിയിലും പെടൂല. അമേരിക്കക്കാരോടും പോകത്തില്ല, റഷ്യക്കാരോടും പോകത്തില്ല. അവരെന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ ഇന്ത്യക്കാരെന്ന് പറയുന്നത്. ഇതാണ് ഇന്ത്യയുടെ ചേരിചേരാ നയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടന എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം, സുരക്ഷിതത്വം, നിരായുധീകരണം ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഇവർ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത്. ഈ ഐക്യരാഷ്ട്ര സംഘടനത്തിൽ 4 അംഗങ്ങളാണ് ഉള്ളത്. അമേരിക്ക, റഷ്യ, അതേപോലെ തന്നെ ഫ്രാൻസ്, ബ്രിട്ടൻ, അങ്ങനെ ബ്രിട്ടൻ, ഇംഗ്ലണ്ട്, അങ്ങനെ 5 രാജ്യങ്ങളാണ് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് അകത്തുള്ളത്. ഇവർക്ക് എന്താണ് വീറ്റോ അധികാരമുണ്ട്. എന്താണ് വീറ്റോ അധികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 അംഗ സംഘങ്ങൾ ആളുകൾ ചേർന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണ് ആ തീരുമാനം വേണ്ടാന്ന് വെക്കാനുള്ള അധികാരമുണ്ട്. അതിനെയാണ് വീറ്റോ അധികാരം. ഓക്കെ, 5-ൽ ആരാലും എന്താണ് ആ ഒരു തീരുമാനം അംഗീകരിക്കത്തില്ല. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് ആ ഒരു ഐക്യരാഷ്ട്ര സംഘടനയിലെ സുരക്ഷാ കമ്മിറ്റിയിൽ അംഗമാവാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യക്ക് അതിന് വേണ്ട എല്ലാ യോഗ്യതകളും ഉണ്ട്. പക്ഷെ എന്താണ് ഇനി വരും കാലത്തിൽ എന്താണ് ഇന്ത്യയും കൂടി അതിന്റെ അകത്തേക്ക് ക്ഷണിക്കുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്തിൽ പഠിക്കാനായിട്ടുള്ളത്, ഈ ഒരു 27-ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഇതോടുകൂടി നമ്മുടെ എന്ത് തീർന്നു, നമ്മുടെ ഈ ഒരു ഇന്ത്യൻ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് തീർന്നു. നമ്മുടെ ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചറും തീർന്നിട്ടുണ്ട്, സോഷ്യൽ സയൻസും എന്താണ് തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചാപ്റ്റർ വൈസ് ആയിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഏരിയാസ് മാത്രം നമ്മൾ നോക്കി പഠിച്ച് പോവുക. പിന്നെ അതേപോലെ റിവിഷൻ ക്ലാസ്സസ് അതൊക്കെ ആയിരിക്കും. അതൊക്കെ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഞാൻ തരുന്നത് ആയിരിക്കും. അപ്പൊ ശരി.